അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തികളിലെ നിരന്തര സംഘർഷങ്ങൾക്ക് പിന്നാലെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ പാകിസ്ഥാൻ. പാക് പ്രതിരോധ മന്ത്രി ഖോജ ആസിഫാണ് യുദ്ധപ്രഖ്യാപനം നടത്തിയതും. എന്നാൽ ഇപ്പോൾ സംഘർഷത്തിൽ പാകിസ്ഥാന്റെ അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനം വെടിവെച്ചിട്ടതായ അവകാശവാദങ്ങൾ ഉയരുകയാണ്. F-16 വിമാനം വെടിവെച്ചിട്ടതായി താലിബാൻ അനുകൂലികൾ അവകാശപ്പെടുന്നു. ഒരു വിമാനം കത്തിയമരുന്നതിന്റെ വീഡിയോയും താലിബാൻ അനുകൂല അക്കൗണ്ടുകളിൽ നിന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ വീഡിയോയുടെ ആധികാരികത ഇതുവരെ ഉറപ്പാക്കാനായിട്ടില്ല. 8550 എന്ന നമ്പറുള്ള പാകിസ്ഥാൻ പതാക ആലേഖനം ചെയ്ത ഒരു വിമാനം കത്തിയമരുന്ന ദൃശ്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. പാക് സൈന്യത്തിന്റെ കൈവശമുള്ള അമേരിക്കൻ നിർമ്മിത F-16 യുദ്ധവിമാനമാണിതെന്ന് താലിബാൻ അനുകൂല അക്കൗണ്ടുകൾ അവകാശവാദം ഉയർത്തുന്നുണ്ട്. അതേസമയം വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് F-16 വിമാനമാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന് വ്യോമയാന വിദഗ്ധരെ ഉദ്ധരിച്ച് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാകാനാണ് സാധ്യതയെന്നാണ് എക്സിന്റെ AI എഞ്ചിനായ ഗ്രോക്ക് പറയുന്നത്. വീഡിയോയിലുള്ള വിമാനം F-16 വിമാനത്തിന്റെ വലിപ്പവുമായോ രൂപവുമായോ പൊരുത്തപ്പെടുന്നില്ല എന്നും വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. താലിബാന്റെ അവകാശവാദം അന്താരാഷ്ട്ര മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടില്ല. പാക് സൈന്യത്തിന്റെ കൈവശമുള്ള പ്രധാന യുദ്ധവിമാനങ്ങളിലൊന്നാണ് F-16. സമീപകാലത്ത് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ 2 F-16 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടിരുന്നു. ഇസ്ലാമാബാദിന്റെ ക്ഷമ നശിച്ചുവെന്നും ഇരു രാജ്യങ്ങൾക്കും വലിയ നഷ്ടം സംഭവിക്കുന്ന ഈ ഘട്ടത്തിൽ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നുമാണ് ഖ്വാജ ആസിഫ് വ്യക്തമാക്കിയത്. അഫ്ഗാൻ അതിർത്തിയിൽ നിന്നുള്ള പ്രകോപനങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് പുലർച്ചെ കാബൂളിലും കാണ്ഡഹാറിലും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. കാബൂൾ വിമാനത്താവളത്തിന് സമീപവും പ്രധാന സൈനിക കേന്ദ്രങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. അതേസമയം അഫ്ഗാനിൽ പാകിസ്ഥാൻ നടത്തിയ മിന്നലാക്രമണത്തിന് ഓപ്പറേഷൻ ലിൽഹഖ് എന്ന് പേരിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഓപ്പറേഷനിൽ 133 പേർ കൊല്ലപ്പെട്ടെന്നും പാക് സൈന്യം അറിയിച്ചിരുന്നു. അതേസമയം അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ 55 പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയതായാണ് അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെട്ടത്. ഡ്യൂറന്റ് രേഖയിലാണ് ഏറ്റുമുട്ടൽ രൂക്ഷമായത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പ്രകോപനമില്ലാത്ത ആക്രമണത്തിനുള്ള മറുപടിയായാണ് ഓപ്പറേഷൻ ആരംഭിച്ചതെന്ന് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ PTV ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ 133 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പാകിസ്ഥാൻ മന്ത്രി അഥൌല തരാർ പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ ഒട്ടേറെ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടതായുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. പാകിസ്ഥാൻ സമാധാനം മാത്രമാണ് ആഗ്രഹിച്ചതെന്നും എന്നാൽ അധിനിവേശത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുമെന്നും പാക് പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷരീഫ് പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകിയതായി താലിബാൻ അവകാശപ്പെട്ടിരുന്നു. പാക് അഫ്ഗാൻ അതിർത്തിയിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നതായും 55 പാകിസ്ഥാൻ സൈനികരെ വധിച്ചതായുമാണ് താലിബാൻ വ്യക്തമാക്കിയത്. പാകിസ്ഥാന്റെ 2 സൈനിക താവളങ്ങളും 19 പോസ്റ്റുകളും പിടിച്ചെടുത്തതായും താലിബാൻ അവകാശപ്പെട്ടു. അഫ്ഗാൻ വ്യോമാതിർത്തി ലംഘിച്ച ഒരു പാക് വിമാനം വെടിവെച്ചിട്ടതായും തങ്ങളുടെ 8 സൈനികർ കൊല്ലപ്പെട്ടതായും അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കുന്നു. ഇതെല്ലാം നിഷേധിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ അഫ്ഗാനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയത്. ഈ സാഹചര്യത്തെ വളരെ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.